നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. പെരികമനില്ല. വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളും ദുഃഖങ്ങളും നമ്മളുടെ തൊട്ടടുത്ത് സഹോദരങ്ങൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല ഖ്യാതികളോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിലുള്ളവരിതാ 2 നൂറ്റാണ്ടിൽ ജീവിച്ചവരായി മാറാൻ വേണ്ടി പോവുകയാണ്. കൊല്ലവർഷം മലയാളം വീണ്ടും ഒരു പുതു ആണ്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 1799 വർഷം ഇവിടെ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ 1200-ാം ആണ്ട് പിറക്കുകയാണ്. കൊല്ലവർഷം പുതുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മോടൊപ്പം ഉള്ളവർക്കും ബാക്കിയുള്ള എത്രയോ പേര് ദുരിതത്തിൽ പെട്ടുപോയിട്ടുള്ളവർക്കൊക്കെ പുനരധിവാസം വന്ന് നമ്മെപ്പോലെയൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിതാ ഈ ഒരു വാരഫലത്തിലേക്ക് കടക്കാം. 1799 കർക്കടക മാസം 26 മുതൽ 1200-ാം ആണ്ട് ചിങ്ങമാസം 2-ാം തീയതി വരെയുള്ളതായ വാരഫലത്തെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കുന്നത്. പൊതുവേ ഉള്ളതുപോലെ തന്നെ ചന്ദ്രചാരവശാൽ മുഖ്യമായും മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കർക്കടക മാസം അവസാന ആഴ്ചയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ചക്കുള്ളിൽ ശനിയാഴ്ച ദിവസം തന്നെ ചിങ്ങം 1 ആണ്ടുപിറപ്പാണ് നമുക്ക് മലയാളികളെ സംബന്ധിച്ച്. മലയാള മാസമാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട വർഷാരംഭം കൂടിയാണ് ചിങ്ങമാസം. അങ്ങനെയുള്ള അനവധി ഗുണങ്ങളും സന്തോഷത്തോടും കൂടി നീങ്ങുന്ന ഒരു വാരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വാരഫലത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക കാലടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 2 തരത്തിലുള്ള അവസ്ഥയാണ് പറഞ്ഞല്ലോ. ശുഭവും ദോഷവുമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം. 2-ാം ഭാവത്തിൽ വ്യാഴം, അതോടൊപ്പം ചൊവ്വയും. 4-ാം ഭാവത്തിലുള്ള ആദിത്യൻ 5-ാം ഭാവത്തിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കണു എന്നുള്ളതും, അതോടൊപ്പം 11-ാം ഭാവത്തിലെ ശനീശ്വരൻ്റെ സ്ഥിതി. ഇതൊക്കെയാണ് ഈ ശനീശ്വരൻ്റെയും ഒപ്പം വ്യാഴത്തിൻ്റെയും സ്ഥിതിയാണ് മുഖ്യമായിട്ട്. ഇതിൻ്റെ ഇടയിലുള്ള ചന്ദ്രചാരവശാൽ ഫലമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വാരഫലത്തിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിത്യ ജീവിതത്തിൽ ഒരു അനാവശ്യമായ തിരക്കുകളും ഒരു അകാരണ ഭയമൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. ചില സമയത്ത് ഒരു പറ്റില്ലയോ അല്ലെങ്കിൽ ഒരു പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാത്തൊരു വിഷമം ഒരു ദിവസം തന്നെ ആയാലും ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു ദിവസം രാവിലെ തന്നെ ആകുമ്പോഴൊരു വിഷമം വന്നേക്കാം. അതെന്തുകൊണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അകാരണമായ ഒരു ഭയം ശനിയുടെ ഈ ഒരു ദൃഷ്ടിയിലൂടെ ചന്ദ്രൻ്റെ ഒരു യോഗം ഇവിടെ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ചോദ്യ നക്ഷത്രം ദ്രാവക്കൂറിൽ, അതോടൊപ്പം തന്നെ മകരക്കൂറിലെ തിരുവോണം നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിലുള്ള ചന്ദ്രൻ്റെ സഞ്ചാരവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച് അനാവശ്യമായ ചിന്തകളും അകാരണമായ ഭയവും ഒക്കെ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ചർമ്മരോഗങ്ങളും നേത്രരോഗങ്ങളും അതോടൊപ്പം തന്നെ സന്ധി രോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ച് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖത്തിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം ആരോഗ്യപരമായ കാര്യത്തിലാണ് ഒരു ശുഭക്കേട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മറ്റുള്ള കാര്യത്തിൽ സാമ്പത്തികമായ കാര്യത്തിൽ വലിയൊരു തടസ്സമില്ലാതെ വലിയൊരു ക്ലേശമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം സൗഹൃദ സഹോദര ബന്ധങ്ങളിൽ നിന്നും സഹായവും മറ്റും ഈ മേടക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരവും കൂടിയാണ്. സൗഹൃദങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും കാര്യം ഈ പൂർവികമായിട്ടുള്ള സ്വത്തുവകകൾ കിട്ടുക, അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുടെ നിത്യജീവിതത്തിലുള്ള വിഷമങ്ങളാണ്. അപ്പോൾ സൗഹൃദ സഹോദര ബന്ധങ്ങൾ വളരെയധികം സമാധാനത്തോടു കൂടി കിടക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നാളിപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ അവർ ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ അവരിൽ ഒരു അനിയനോട് ഒരു സമാധാനം തോന്നിയാൽ തന്നെ അവരുടെ വലിയൊരു പ്രശ്നം നേരെയായി എന്നുള്ളതാണ്. അതുപോലെയുള്ള ചെറിയ ചെറിയ തർക്കങ്ങളും ഒക്കെ മാറി സഹായത്തിലെത്തുമെന്ന് പറയുമ്പോൾ തർക്കത്തിലുള്ളവർ പോലും ഒരു അനുകൂലത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേടക്കൂറുകാരുടേതാണ്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പെട്ടിട്ട് നിത്യജോലി ചെയ്യുന്നവർ, അവരെ സംബന്ധിച്ചിട്ട് വളരെയധികം അനുകൂല സ്ഥിതി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാര്യം ഈ ചന്ദ്രൻ്റെ ഒരു യോഗം കർമ്മരാശിയിൽ വരുന്നതോടുകൂടി പ്രത്യേകിച്ച് ഡോക്ടർമാരെ പോലുള്ളവർ ആരോഗ്യ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം സാംസ്കാരിക രംഗത്തുള്ളവർക്ക് വളരെയധികം പ്രശസ്തി ലഭിക്കുന്നതായിട്ട് മേടക്കൂറുകാർക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെ സംബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് പഠിപ്പിൽ കുറച്ചുകൂടി ഒരു ഉത്സാഹത്തോടു കൂടി നീങ്ങുന്നതും ഒരു ആത്മവിശ്വാസത്തോടു കൂടി നീങ്ങുന്നതൊക്കെ നമുക്ക് കുഞ്ഞുമക്കൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആവശ്യത്തിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ യാത്രയൊക്കെ അനുകൂലമായിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
ഒപ്പം കർമ്മ മേഖലയിൽ ജോലിക്കയറ്റം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത്രയധികം ഒരു പൂർണ്ണത നമുക്ക് തൃപ്തി കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണ ഫലം കിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ആഴ്ച വിട്ടിട്ട് നമുക്ക് ശ്രമിക്കാം. അത്രയധികം അവസാന ഘട്ടത്തിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. കർമ്മ മേഖലയിൽ വളരെയധികം പദ്ധതികൾക്ക് തടസ്സങ്ങളും കാണാൻ വേണ്ടി സാധിക്കും ഒരു പരിധിവരെ ആൾക്കാരെ സംബന്ധിച്ച്. മുഖ്യമായി ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, പാൽപ്പായസം നിവേദിക്കുക, ഇതൊക്കെ യഥാശക്തി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതോടൊപ്പം ധർമ്മദേവതാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പരദേവതാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. ഈ ഒരു ചിങ്ങമാസം കൂടി ആരംഭിക്കുകയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ശനിയാഴ്ചയോടുകൂടി എല്ലാവർക്കും ആരംഭിക്കുന്നത് പോലെ അവർക്കും വളരെയധികം ദോഷഫലങ്ങൾ മാറി ശുഭഫലങ്ങൾക്കുള്ള ഒരു ഫലമാണ് ചിങ്ങമാസ ആരംഭത്തിലുള്ള ഈ ധർമ്മദേവത ആരാധനയൊക്കെ. അതൊക്കെ ചേർത്ത് വെക്കാൻ മേടക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കട്ടെ, പ്രാർത്ഥിക്കുന്നു. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതിയും ചൊവ്വ 12ാം ഭാവപതിയാണ് എന്നുള്ളത് കൊണ്ടും ഒപ്പം 3ാം ഭാവത്തിൽ നിന്നാണ് ഈ ഒരു ആദിത്യൻ്റെ സ്ഥിതി സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ശുഭഫലത്തെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം ചന്ദ്രൻ്റെ ഒരു സ്ഥിതി നമുക്ക് കാണാനും സാധിക്കും. ഈ ഒരു രാശികളിലൂടെയാണ് ഏകദേശം സപ്തമം അഷ്ടമം തുടങ്ങിയതായ രാശിയിലൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഇടവക്കൂറുകാരും ചിന്തിക്കേണ്ടത്. മുഖ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീനത്തിൻ്റെ ഒരു ഗുണം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്നു ചേരുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ പൂർവീകമായ സ്വത്ത് വകകൾ കിട്ടുന്നതിനും സൗഹൃദങ്ങളിൽ നിന്നുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതിനൊക്കെ ഒരു കാര്യം ഈ മേടക്കൂറുകാരുടേതുപോലെ തന്നെ നമുക്ക് ഇടവക്കൂറുകാർക്കും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ നിത്യജീവിതത്തിലുള്ള ഈ ഭൂമി ഇടപാടുകൾ, അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ജീവിക്കുന്ന ആൾക്കാർ, കർമ്മരംഗത്ത് നിത്യജീവിതത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് തടസ്സമായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. ഭൂമി ഇടപാടായി ജീവിക്കുന്നവരെ ആൾക്കാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭൂമി ആശ്രയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിൽ നിത്യ ജോലി വാഹനാദി വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ട് നമുക്ക് കാണാം. നോക്കൂ, ഇപ്പം ജോലി എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അവരുടെ തടസ്സങ്ങൾ മാറി വരുന്നതും അതിൽ നിന്നും വളരെ മികച്ച ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരവും കൂടിയാണ്. ഒപ്പം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെയധികം ഒരു പ്രശസ്തി കിട്ടാനുള്ള ഒരു സാധ്യത അത് ഈ രണ്ട് കൂറുകാർക്കൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു ഫലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒക്കെ ഈ ബുധൻ്റെ ഒരു രാശി മാറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അതോടൊപ്പം തന്നെ ഈ ചന്ദ്രൻ്റെ സഞ്ചാരം വിവാഹാദി വിഷയങ്ങളെ നമുക്ക് സൂചിപ്പിക്കാൻ വളരെ അനുകൂല സ്ഥിതിയായിട്ടാണ് ചന്ദ്രനെ കൊണ്ട് പറയാൻ സാധിക്കുക. വിവാഹ വിഷയങ്ങളാവട്ടെ, അതോടൊപ്പം തന്നെ വിദേശ യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള തടസ്സങ്ങൾ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് മാറി വരുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുഖ്യമായി ശനീശ്വരനെ ഭജിക്കാൻ സാധിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ശാസ്താ ക്ഷേത്രം ദർശനം ചെയ്യുക, ഒപ്പം മുത്തപ്പ ക്ഷേത്ര ദർശനം ചെയ്യുക. നമ്മുടെ മലബാറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ കേരളീയരെ സംബന്ധിച്ചും ലോകമെമ്പാടും ശനീശ്വര മുത്തപ്പനെ വളരെയധികം ആരാധന കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ഈശ്വരനായിട്ടും ഗ്രഹവുമായിട്ടും നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത് തന്നെയാണ് ശനീശ്വരൻ. ആ ശനീശ്വരൻ ധർമ്മമൂർത്തിയായി കണ്ട് നമുക്കിതാ ആ മുത്തപ്പൻ മുതലുള്ള ഈശ്വരന്മാരെയൊക്കെ നമുക്ക് ആരാധന ചെയ്യാൻ സാധിക്കും. ശിവക്ഷേത്ര ദർശനം ചെയ്യാം. ഒപ്പം ശനീശ്വരൻ്റെ അമ്പലങ്ങളുള്ളവർ അവിടെ പോയി ചെയ്യുക. നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്താലും മതി. ഇതൊക്കെ നമുക്ക് ധാരാളം ചേർത്ത് വെക്കാൻ സാധിക്കുക. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യാൻ സാധിക്കുക. നാരായണ ജപം ജപിക്കുക. നിത്യം നമശിവായ മന്ത്രം ജപിക്കുക. ഇതൊക്കെ ഈ ഒരു വാരത്തിൽ വളരെയധികം ആ ഒരു പുണ്യത്തെ ചേർത്ത് വെക്കുന്നതിന് ഇടവക്കൂറുകാർക്ക് നല്ലതായിട്ട് കാണുന്നുണ്ട്. ഒപ്പം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ സഹസ്രനാമമൊക്കെ പഠിപ്പിക്കാനും ഇതൊക്കെ ചെയ്യാം. അതൊക്കെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു ധൈര്യം എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുക. അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കേൾക്കുന്നവർ അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവർ ഗീരം അവസാന ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ വ്യാഴവും അതോടൊപ്പം തന്നെ 9ാം ഭാവത്തിലാണ് ശനീശ്വരൻ്റെ സഞ്ചാരവും. ഈ രണ്ട് സഞ്ചാരവും ഒപ്പം ഇതിൻ്റെ ഇടയിലുള്ള ചന്ദ്രൻ്റെ സഞ്ചാരവും ഒപ്പം 2ാം ഭാവത്തിൽ നിന്നും ആദിത്യൻ
മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. മൂന്നാം ഭാവത്തിൽ ശുക്രനും ബുധനും ഒക്കെ യോഗം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയായിട്ടും അല്ലെങ്കിൽ ചില കാര്യത്തിൽ അത്യാവശ്യം നല്ല തടസ്സത്തോടു കൂടി ബുദ്ധിമുട്ടോടു കൂടി നീങ്ങേണ്ടുന്ന ഒരു ഫലമായിട്ട് തന്നെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയാണ്. എങ്കിൽ മിഥുനക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുള്ള ഈ ആദിത്യൻ്റെ ഒരു സ്ഥിതി മൂന്നാം ഭാവത്തിലേക്ക് ആവുന്നതോടുകൂടി സാമ്പത്തികമായിട്ടുള്ള ഒരു തടസ്സങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ മാറി അവർക്കൊക്കെ ഒരു എല്ലാത്തിലും ഒരു ക്രയവിക്രയ സാധ്യമാവുന്ന ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിലും ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ ഒരു സുഗമമായിട്ട് പോകുന്ന ഒരു വാരം. അങ്ങനെയാണ് സമ്പത്തിൻ്റെ ഒരു സ്രോതസ്സ് കാണുക. അങ്ങനെയെങ്കിൽ അനുകൂല സ്ഥിതിയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഒപ്പം സഹോദര സൗഹൃദ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കും അത്യാവശ്യം തടസ്സങ്ങളും ക്ലേശങ്ങളും മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ അനാവശ്യമായ സംശയങ്ങളും അനാവശ്യമായ വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കരുതി നീങ്ങാൻ വേണ്ടി സാധിക്കണം. ഒപ്പം കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള ജോലി കയറ്റത്തിനും മറ്റൊക്കെ പ്രതീക്ഷയോടുകൂടി നീങ്ങുക. അതോടൊപ്പം തന്നെ ഈശ്വരാധീനത്തോടു കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂല സ്ഥിതിയായിട്ട് തന്നെ തുടരും. ഒപ്പം പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ അപേക്ഷകൾ കോഴ്സിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ സീറ്റ് കിട്ടാത്തവരൊക്കെ അനവധി ആൾക്കാർ പറയുന്നത് കേൾക്കാം. അതൊക്കെ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ നിത്യ ദുഃഖത്തിൽ ഇതൊക്കെ വലിയൊരു ദുഃഖമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് ഈ മിഥുനക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ആരോഗ്യ കാര്യത്തിൽ നേത്രരോഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഉദരരോഗം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം സന്ധിവേദനകളും വാതരോഗങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് അലട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വര ക്ഷേത്ര ദർശനം ചെയ്യുക, അയ്യപ്പന് നീരാഞ്ജനം സമർപ്പിക്കാൻ സാധിക്കുക. ഓം ശനൈശ്വരായ നമ എന്ന മന്ത്രത്തെ നല്ലതുപോലെ പറ്റുന്നത് പോലെ നമുക്ക് ജപിക്കാൻ സാധിക്കുക. ഒരു ദിവസം തന്നെ പല ജോലികൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 100 പ്രാവശ്യം നാമം ജപിക്കുക എന്ന് വെച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണ്. അതൊക്കെ നല്ല ഒരു മനോബലം നമുക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുക. അങ്ങനെ ശനിക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴിപാടുകളെ ചേർത്ത് വെക്കാൻ സാധിക്കുക. മുഖ്യമായി 12ാമത്തെ ഭാവത്തിലുള്ള ആ സർവേശ്വരകാരകനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുക. ഒപ്പം നാരായണായ നമ എന്ന അഷ്ടാക്ഷര മന്ത്രത്തെ നിത്യം ഒരു 108 പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ ജപിക്കുക എന്നുള്ളത് വലിയൊരു ഫലത്തെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരാം. ഒപ്പം കലിസന്ധരണ ഉപനിഷത്തിലെ മഹാമന്ത്രമായ കലിബാധകളെ അകറ്റുന്നതായ മന ജപ തപ എല്ലാത്തിനെയും വർദ്ധിപ്പിക്കുന്നതായ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രത്തെ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധാഭക്തിക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കണം. ഇതൊന്നും ഒരാളുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം വേണ്ടതുപോലെ ഉണ്ടെങ്കിൽ, ആ ഒരു ധർമ്മദൈവങ്ങളുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ, ആ ഒരു സുഹൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കും. അത് പറ്റുന്നില്ലെങ്കിൽ നല്ലതുപോലെ ജപിക്കുക, നല്ലതുപോലെ കേൾക്കുക. അപ്പോൾ നമുക്ക് സാധിക്കാതിരിക്കില്ല. അതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂലത്തിലാണ് ഈ സർവേശ്വരകാരകൻ 12ാം ഭാവത്തിലുള്ള വ്യാഴം പോലും പ്രസാദിക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ജപവും ഹോമവും തർപ്പണങ്ങളും അർപ്പണങ്ങളും മാത്രമാണ്. ഇത് നല്ലതുപോലെ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. പുണർദം, പൂയം, ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വ്യാഴത്തിൻ്റെ ഒരു പൂർണ്ണദൃഷ്ടിയും ചൊവ്വയുടെ ഒരു അനുകൂല സ്ഥിതിയും അതോടൊപ്പം തന്നെ അഷ്ടമത്തിലുള്ള ഒരു ശനീശ്വരൻ്റെ സ്ഥിതിയും ആ ഒരു കർക്കിടകൻ രാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്ക് ചിങ്ങൻ രാശിയിലേക്ക് പോകുന്ന ഒരു ആദിത്യൻ്റെ സ്ഥിതിയും നമുക്ക് ഗുണദോഷത്തെ ചിന്തിക്കാവുന്നതാണ്. അതിൽ മുഖ്യമായി ദോഷമാണെന്ന് നമുക്ക് അറിയാം. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ശനിചാരവശാൽ അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളൊക്കെ ഇപ്പോൾ പൂയം നക്ഷത്രക്കാർ, പുണർദം നക്ഷത്രക്കാർ, ആയില്യ നക്ഷത്രക്കാരൊക്കെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം എല്ലാവർക്കും ഒന്നും ഒരു മാറ്റം കിട്ടണമെന്നില്ല ഇല്ലേ. ഇപ്പം ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മവും കൂടി നേരെയാവണം, നമ്മുടെ മനസ്സും നേരെയാവണം. എല്ലാത്തിലും ഒരു ശുദ്ധത ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റല്ലാതെ ഇപ്പം നമ്മൾ വെറുതെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനേ ഉള്ളൂ, അല്ലാതെ അതിനെ കൊണ്ടൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം നിത്യജീവിതത്തിൽ അഭിവൃദ്ധി വരുന്നതും അധികം പ്രശസ്തി, പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ, പിന്നെ കലാ സാംസ്കാരിക സാഹിത്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കാണാൻ വേണ്ടി സാധിക്കും.
അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വളരെ വിശേഷപ്പെട്ട നാളുകൾ കടന്നു പോകുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് കർക്കിടകൂറുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങളിൽ അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നീങ്ങാൻ വേണ്ടി സാധിക്കുക. വഞ്ചനകളിൽ പെടാൻ സാധ്യതയുണ്ട്. അശ്രദ്ധ കൊണ്ട് വളരെ വിലപ്പെട്ടതായ രേഖകളും അതോടൊപ്പം തന്നെ വളരെ ഗൗരവമേറിയതായ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നീങ്ങുക. അതോടൊപ്പം തന്നെ വാതുവെപ്പ് തുടങ്ങിയതായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഏർപ്പെടാതിരിക്കുക. ഇതൊക്കെ ഈ കർക്കിടകൂറുകാർ ഈ ഒരു വാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ മത്സരങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യ സഞ്ചാരം ഒഴിവാക്കുക. ഇതൊക്കെ ഒന്ന് കർക്കിടകൂറുകാർ ശ്രദ്ധിക്കുന്നത് ഏറെക്കുറെ ആപത്തുകളിൽ നിന്നും ഒഴിവാകാൻ നല്ലത് തന്നെയാണ്. കാര്യം ശനിയുടെ ഈ ഒരു സഞ്ചാരം അത്ര കണ്ട് നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അപകടം തന്നെയാണ്. എല്ലാ തരത്തിലും മാനസികമായിട്ടുള്ള ക്ലേശം നിങ്ങൾക്ക് ഉണ്ടാവും. അതാണ് അതിൻ്റെ മുഖ്യ കാരണം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും വേണ്ടാന്നൊരു തോന്നലുണ്ടാവുക. ഇതൊക്കെ ഈ കർക്കിടകൂറുകാർക്ക് ഈ ഒരു കാലത്തിൽ ചിന്തിക്കണം. മുഖ്യമായിട്ടുള്ള ഇടവക്കൂറുകാർക്കൊക്കെ ഈ ഒരു ഫലത്തെ തന്നെയാണ് ഏറെക്കുറെ വരിക. ഈ കർക്കിടകൂറുകാരുടെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം അനുകൂല സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ശനീശ്വരൻ്റെ ഭജനത്തോടൊപ്പം 7ാം ഭാവത്തിൽ ശനി അഷ്ടമത്തിലാണെങ്കിലും 7ാം ഭാവത്തിൽ നല്ലതുപോലെ പ്രാർത്ഥനകളിലൂടെയൊക്കെ സഞ്ചരിക്കാം. എങ്കിലിപ്പോൾ ചന്ദ്രൻ്റെ ഒരു സ്ഥിതിയും കൂടി അവിടെ വരുമ്പോൾ നമുക്കതൊരു അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കാം. കാര്യം മകരത്തിൽ ശനിയില്ലെങ്കിലും ശനി ക്ഷേത്രമായതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു അംശം അവിടെ നല്ലതായിട്ട് മനസ്സിലാക്കിയാൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലൊക്കെ വളരെ അനുകൂല സ്ഥിതി നമുക്ക് പ്രതീക്ഷിക്കാം. വിദേശ യാത്ര സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സമായി നീങ്ങുന്നവർക്ക് അത് തടസ്സമൊക്കെ മാറി വരുന്നതും വിദേശ യാത്രകൾക്ക് അനുകൂല സ്ഥിതി വരുന്നതായിട്ടുള്ള ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നോക്കേണ്ടത് കർമ്മ മേഖലയിലാണ്. കർമ്മ മേഖലയിൽ പറഞ്ഞു ഈ കലാവിഷയങ്ങളിൽ പെട്ട അതല്ലാതെ കണ്ട് ഇതരമായിട്ടുള്ള പല കർമ്മങ്ങളിൽ പെട്ടിട്ടുള്ളവർക്കൊക്കെ അനുകൂല സ്ഥിതി തന്നെയാണ്. കർമ്മ മേഖലയിൽ കാരകഗ്രഹമായ ചൊവ്വയുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും അത് അവനവനൊരു ഉത്സാഹം തോന്നുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ തോന്നുക. പൊതുവേ അത് സ്വതവേ കിട്ടാത്ത ഒരു കാലഘട്ടമാണ് ഈ ശനിയിൽ. എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ വ്യാഴത്തിനോടൊപ്പമുള്ള ഗുരുമംഗള യോഗത്തെ കൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സർവേശ്വരകാരനായ വ്യാഴത്തെ പ്രസാദിപ്പിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, മുഖ്യമായി വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യുക. അതോടൊപ്പം തന്നെ നാരായണായ നമ എന്ന ഈ അഷ്ടാക്ഷര മന്ത്രത്തെ ജപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അതോടൊപ്പം ധാരാളം പുണ്യ കഥകൾ ചെയ്യുക, കേൾക്കുക, അതൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുക. ഇങ്ങനെ മനസ്സിനെ ഒരു പിടി നിങ്ങൾ ചേർത്ത് വെച്ച് നോക്കൂ. ആധ്യാത്മികമായി ഈശ്വരനിലേക്ക് വളരെയധികം പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ശനിക്ഷേത്ര ദർശനം ചെയ്യാൻ മുടങ്ങരുത്. നിത്യം നമുക്ക് ശനീശ്വരനെ ഭജിക്കാൻ നീരാഞ്ജനം ഉണ്ടാക്കി സമർപ്പിക്കുന്നൊക്കെ എത്രയോ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള ഒരു മാറ്റവും ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കും തുടരാൻ സാധിക്കുക. ശനീശ്വരനെ ഭജിക്കുക, നല്ലതുപോലെ ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം ഹനുമാൻ സ്വാമിക്ക് ദർശനം ചെയ്യുക, അതോടൊപ്പം ഹനുമാൻ ചാലീസ പാഠം ചെയ്യുക. ഇതൊക്കെ വളരെയധികം നല്ലതായിട്ട് നമുക്കറിയാം. ഇന്ന് തന്നെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു സാമാന്യ ബോധത്തിൽ എത്രയധികം പ്രാർത്ഥനകളൊക്കെ നമുക്ക് ധാരാളം അറിയുന്നതാണ്. അതൊക്കെ നിങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ ഒരു വാരം കടന്നു പോകാൻ സാധിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. മകം, പൂരം, ഉത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ആദിത്യൻ്റെ ഒരു സ്വക്ഷേത്ര സ്ഥിതി ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ്. നമുക്കറിയാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനുകൂല സ്ഥിതി ഒരു വർഷത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള നാളുകളാണ് അവരെ സംബന്ധിച്ച്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു യോഗം കൊണ്ട് നമ്മൾ പറയാറുണ്ട് ലക്ഷം ദോഷാൻ ഗുരോർഹന്തി എന്നാണ്. ലക്ഷക്കണക്കിന് ദോഷമുണ്ടെങ്കിലും ആ സർവേശ്വരകാരകൻ വ്യാഴം ഇല്ലാണ്ടാക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അത്രയധികം ഈശ്വരാധീനാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ പറയപ്പെടുന്നത്. സിംഹസ്യ നിത്യം ആത്മന സായ പൂജിതേ ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മദൈവ ആരാധനകൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാലമാണ്. വെറുതെ എൻ്റെ ദൈവേ എന്നൊരു നാമം ജപിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഫലം 100 ഇരട്ടിയായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും നമുക്ക് മേന്മ പ്രതീക്ഷിക്കാം. അർപ്പണബോധത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 2ാം ഭാവത്തിൽ
കേതുവിൻ്റെ സഞ്ചാരം കൊണ്ട് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളൊന്ന് ഒരു അശ്രദ്ധ കൂടാതെ കണ്ട് നിങ്ങൾ പൂർത്തീകരിക്കുക. ആ അശ്രദ്ധ കൊണ്ട് നിങ്ങൾ വാഗ്ദാനങ്ങളും അതോടൊപ്പം തന്നെ വിലയേറിയ രേഖകളിലും മറ്റും ഒപ്പിടുന്നതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗൗരവപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതിയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒപ്പം പൂർവികമായിട്ടുള്ള സ്വത്ത് വകകൾ വന്നു കിട്ടുന്നതിനും അതോടൊപ്പം ബിസിനസ് രംഗത്ത് വളരെയധികം കുതിച്ചുയരാൻ സാധിക്കുന്ന ഒരു വാരമാണ് ഈ ചിങ്ങക്കൂറുകാർക്ക്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന പല ബിസിനസ്സുകളായിട്ട് നീങ്ങുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെയധികം അനുകൂല സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ധാരാളമായി കർമ്മമേഖലയിൽ മാറ്റം വരും. ഒപ്പം വാഹനാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂല സ്ഥിതി നമുക്ക് മനസ്സിലാക്കാം ചിങ്ങക്കൂറുകാർ. അതോടൊപ്പം തന്നെ ജലവിഭവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സ്ഥിതിയാണ് അല്ലേ. ഇപ്പോൾ കാര്യം തന്നെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ ട്രോളിങ്ങൊക്കെ കൊണ്ടുപോകും ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം തന്നെ നമ്മുടെ ഒപ്പം ജീവിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ്. ഇപ്പം അത്രയും ദിവസമേ ആയുള്ളൂ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം മത്സ്യബന്ധനത്തിന് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വലിയൊരു പേമാരിയും ദുരന്തമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ് ജലവിഭവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച്. ഒപ്പം സർക്കാർ ഇതര ജോലികളിൽ ബന്ധപ്പെട്ടുള്ളവരെ സംബന്ധിച്ചും അനുകൂല സ്ഥിതിയാണ്. മൊത്തത്തിൽ കർമ്മ മേഖലയിൽ ഒരു അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത് നിങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്രദമാക്കാൻ സാധിക്കുക, അത്രേ പറയാനുള്ളൂ. ഒപ്പം ദാമ്പത്യ ബന്ധത്തിൽ അകാരണമായ ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ ഒന്ന് ഉണ്ടാവാവുന്ന ശ്രദ്ധയോടുകൂടി നീങ്ങണം. പ്രണയ ജീവിതത്തിലുള്ളവരെ സംബന്ധിച്ചും ശ്രദ്ധയോടുകൂടി നീങ്ങാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ധർമ്മദൈവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ, നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക. അതോടൊപ്പം അവിടുത്തെ ദേശകാലത്തിനനുസരിച്ചുള്ള ആചാരങ്ങളിൽ നിങ്ങൾ പങ്കുചേരാൻ സാധിക്കുക ഈ ഒരു വാരത്തിൽ ചിങ്ങക്കൂറുകാരാണ്. അതോടൊപ്പം തന്നെ ശനീശ്വരനെ മുഖ്യമായി ഭജിക്കുന്നതും 7ാം ഭാവത്തിലുള്ള ഈ ശനി നമുക്ക് അനുകൂലമല്ല അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ ഈ ശനീശ്വരനെയും ഒപ്പം ഭജിക്കുന്നതും മഹാഗണപതി ഹോമം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ചെങ്കണപതി ഹോമം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിലും അനാരോഗ്യ സ്ഥിതിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അധികം ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിൽ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധനയൊക്കെ ചെയ്ത് വേണ്ടതായ പരിഹാരങ്ങളും കൂടി ചെയ്യണം. കാര്യം അത്രയധികം നല്ലൊരു കാലഘട്ടമാണ്. നിങ്ങളത് അറിയാതെയോ നിങ്ങളത് അനുഭവിക്കാതെ പോകരുത് എന്നുള്ള കാര്യം കൊണ്ടാണ് മുഖ്യമായി ഇത്തരം കാര്യത്തിലും ശനീശ്വരനെയും ഭജിക്കാനും സാധിക്കുക. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, പ്രത്യേകിച്ച് ഭഗവതിയെ ആരാധിക്കാൻ വളരെയധികം നല്ലതാണ്. ഈ ഒരു വർഷാരംഭവും കൂടിയാണ് അല്ലേ, മലയാളപ്പിറപ്പ് ആണ്ടുപിറപ്പിൻ്റെ കാലം കൂടിയാണ്. വളരെയധികം ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ചിങ്ങക്കൂറുകാരെ. ഉത്രം, അത്തം, ചിത്ര ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ബുധൻ 12ാമത്തെ രാശിയിലേക്കാണ്. ശുക്രനോടൊപ്പവും ആദിത്യൻ്റെ കൂടി യോഗവും അവിടെ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് അത്ര ഗുണപരമായ ഒരു കാര്യമല്ല ഈ ഒരു വാര ആരംഭം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അത്യാവശ്യം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ഇതിപ്പോൾ 2 വാരമായിട്ടുള്ള ഒരു ഏകദേശ ഫലമാണ് എങ്കിൽ പ്രധാനമായിട്ട് അവർക്ക് തടസ്സങ്ങൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്നത് ഈ വിദേശയാത്രകളെ സംബന്ധിച്ചായിരിക്കാം കൂടുതലായിട്ട്. അതോടൊപ്പം യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാം നിങ്ങൾക്ക്. ഈ രാഹുകേതുക്കളുടെ ഒരു സ്ഥിതി ഇപ്പോൾ അടുത്തൊരു വർഷത്തോട് കൂടിയിട്ടേ ഇത് മാറുള്ളൂ. ഇപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് കേതു. അത് വളരെയധികം അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം തടസ്സങ്ങൾ. എങ്കിൽ തന്നെയും ഈശ്വരാധീനം കൊണ്ട് നമുക്ക് പ്രാർത്ഥനാദി ജപാദികളെ കൊണ്ടൊക്കെ നമുക്ക് നല്ല മാറ്റം വരുന്നവരുണ്ട്. അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ ഈശ്വരാധീനത്തോടു കൂടി അത് ആ തടസ്സങ്ങളെ മാറ്റി നീങ്ങാൻ സാധിക്കുക. സ്വതവേ അത് മാറിയില്ല എന്നർത്ഥം. 2ാം ഭാവത്തിൽ ചന്ദ്രൻ ആരംഭം കുറിച്ച് 4ാം ഭാവം വരെ സഞ്ചരിക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വിഷയത്തിലും അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങളാണ് ഈ ഒരു വാരഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വളരെയധികം ചലനങ്ങൾ ഉണ്ടാവും. സാമ്പത്തികമായ കാര്യത്തിൽ അനവധി കാര്യങ്ങൾ ഒരു സെറ്റിൽമെൻറ്റ് പോലെ അനവധി കാലമായി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർക്കാനും കടങ്ങൾ തീർക്കുന്നതിനും വലിയ ലോണൊക്കെ ഉള്ളവർക്ക് തീർന്നു കിട്ടുന്ന ഒരു വാരമൊക്കെ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ധാരാളം ഉപാധികൾ തീർക്കുന്ന ഒരു വാരമായിട്ട്, കടങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ തീർന്നു കിട്ടുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതി തന്നെയാണ്. അതോടൊപ്പം നിങ്ങളുടെ നിത്യജീവിതത്തിൽ കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണാം. നിത്യജീവിതത്തിൽ നിങ്ങൾക്കൊരു സമ്പ്രദായവും ഒരു അടുക്കും ചിട്ടയൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നതായിട്ട് തീരെ ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ഒന്നും കൂടി
ഒന്നും കൂടി നന്നായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തോന്നുന്ന ഒരു കാലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വാഹനാദി വിഷയങ്ങളിൽ നേരിയ തടസ്സങ്ങൾ വന്നു ചേരുന്ന തന്നെയാണ് ഈ ഒരു കന്നിക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണാൻ സാധിക്കുക. പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതിന് തടസ്സങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഈ ഒരു വാരത്തിൽ. കേസ് വകകളും അങ്ങനെ അനാവശ്യമായ അകാരണമായ ശത്രുക്കൾ സമ്പാദിക്കുന്ന ഒരു വാരമാണ്. അകാരണമായി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശത്രുക്കൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ, നാട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരും സ്വയമേധയാ ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഇതിനെ കൊണ്ടൊക്കെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് അകാരണമായ അപവാദങ്ങളിലും മറ്റൊക്കെ ചെന്ന് പെടാനും അകാരണമായ ശത്രുക്കൾ വർദ്ധിക്കാനൊക്കെ ഒരു കാരണമുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വിവാഹ ദാമ്പത്യ ജീവിതത്തിലുള്ളവരും അല്പം ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരമാണ്. അനവധി ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ വിവാഹ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു കൂറുകാരും കൂടിയാണ് ഈ കന്നിക്കൂറുകാർ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആരെയും ഒരു മോശമല്ല, പക്ഷേ എങ്കിലും ആ ഒരു രാശിയുടെ ഒരു ഫലമാണ്, ഒരു ദൗർബല്യ അവസ്ഥയാണ്, എപ്പോഴും ഒരു ദൗർബല്യമാണ്. എന്തൊക്കെ ഉണ്ടായാലും ഒരു അനുഭവത്തിലെത്താത്തൊരു ഫലമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതല്ലാതെ വേറെ ആര് വിചാരിച്ചാലും അതിനൊരു ഫലമില്ല. മറ്റല്ലാതെ ഈശ്വരനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് നിവൃത്തിയുമില്ല. അപ്പോൾ ഈശ്വരനെ നല്ലതുപോലെ ഭജിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ വിവാഹാദി തടസ്സങ്ങളും ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതോടൊപ്പം ആരോഗ്യ കാര്യത്തിൽ 50 വയസ്സിലധികം പ്രായമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. കാര്യം അനാവശ്യമായി നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ കേടുപാടുകളാക്കുന്ന അസുഖങ്ങൾ വന്നു ചേരാൻ, അങ്ങനെ വളരെ ഗൗരവമായിട്ടുള്ള അസുഖങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരവും കൂടിയാണ്. ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ ഈശ്വരാധീനത്തോടുകൂടി നീങ്ങുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂല സ്ഥിതി നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും ഈശ്വരാധീനമുള്ളവരെ സംബന്ധിച്ച് ഒരു നക്ഷത്രത്തിലുള്ളവർ തന്നെ ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ നിർത്തിയതും എങ്കിലും അതേ നക്ഷത്രത്തിലുള്ളവർ എത്രയോ വലിയ വർഷങ്ങളായി എത്രയും നല്ല ഹൈറ്റ്സിലേക്ക് എത്തുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബലമാണ്. അത് ഭഗവാനെ കൊണ്ടേ കിട്ടുള്ളൂ, അതല്ലാതെ ആർക്കും പറ്റിയിട്ടില്ല. ഇന്നുവരെ ഏത് ബിസിനസ്സുകാരെ നിങ്ങൾ നോക്കിയാലൊക്കെ അവർ ഏത് ജാതിയിൽപ്പെട്ടവരാവട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ അവർക്ക് ദൈവം എന്നുള്ളത് അവരുടെ ഒപ്പം ഉള്ള ഒരാളാണ്, അവരുടെ കൂടിയുള്ള ഒരാളായിട്ടാണ് കാണുക. അതേ തലത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കുക. മറ്റൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ദൈവത്തിനെ ചേർക്കാം, അത് വേണ്ട. നമ്മൾ ദൈവത്തെ ആദ്യം ചേർത്ത് വെക്കുക, എങ്കിലേ നമുക്ക് ജീവിതത്തിൽ ഒരു രക്ഷയുണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചൊന്ന് വളരെയധികം ഈശ്വരാധീന വിഷയമാണ് അവരുടെ ജീവിതത്തെ ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും എത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാത്ത തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. തിരിച്ചത് കുറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ദുഃഖങ്ങളും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കൂറുകാർ കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അത് കർമ്മ മേഖലയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഈ തടസ്സങ്ങൾ മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രീരാമാദി അവതാര വിഷ്ണു ഇതര ക്ഷേത്ര ചന്ദ്രാത്മജ. അപ്പോൾ ശ്രീരാമാദി അവതാര വിഷ്ണുവാണ് ഈ ബുധനെ കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ മത്സ്യകൂർമ്മ വരാഹോ നാരസിംഹംശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണകൽക്കി ജനാർദ്ദന എന്നുള്ള ഈ മഹാമന്ത്രത്തിൽ പറഞ്ഞതായ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഏതെങ്കിലും ഒരു അവതാരത്തെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ പൂർണ്ണ ഫലമാണ്. അങ്ങനെയുള്ള ആരാധനകൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക. അതോടൊപ്പം ധർമ്മദൈവ ആരാധന പൂർത്തീകരിച്ചു കഴിഞ്ഞാലും വേറെ കുറേ തടസ്സങ്ങൾ മാറി വരുന്നതാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരുടെ അഷ്ടമത്തിലാണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സഞ്ചരിക്കുന്നത്. ചൊവ്വയും അതോടൊപ്പം തന്നെ അവിടെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും അപൂർണമായിട്ടുള്ളൊരു അവസ്ഥയും ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടാവാം. മനസ്സിൽ അങ്ങനെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു കുറവ്, ഒരു തൃപ്തി കുറവാണ് ഈ ഒരു തുലാവക്കൂറുകാർക്ക് ഇപ്പോൾ അനുഭവത്തിൽ. ഈശ്വരാധീനം മുഖ്യമായി കുറഞ്ഞിരിക്കണു എന്നുള്ളതാണ് ഗ്രഹബലം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനത്തിൻ്റെ തോത് വളരെയധികം ദൈവാധീനെ ശരീരേസ്മിൻ ഗുണഭാവേന കർമ്മണ വർദ്ധമാനോ അബുതസ്തത്ര. നല്ലതുപോലെ ശ്രദ്ധിച്ച് ഈശ്വരാധീനത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ മനസ്സുകൊണ്ട് ആരംഭിക്കാൻ സാധിക്കുക. അത് തുലാവക്കൂറുകാർ മുഖ്യമായി ആദ്യം മനസ്സിലാക്കുക. ചോതി നക്ഷത്രം മുതൽ മകരക്കൂറിലുള്ള തിരുവോണ നക്ഷത്രം വരെയാണ് ഈ ഒരു വാരം സഞ്ചരിക്കുന്നത് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ ഒരു കൂറിൽപ്പെട്ടിട്ടുള്ള ഈ തുലാവക്കൂറ് മുതലാണ്. കഴിഞ്ഞ വാരത്തിലും ഈ തുലാവക്കൂറിലാണ് ഈ ചന്ദ്രൻ്റെ സഞ്ചാരം അവസാനിച്ചത്. അതുകൊണ്ട് ചന്ദ്രൻ വളരെയധികം സ്വാധീനം കാട്ടിത്തന്ന ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. മുഖ്യമായി അവരുടെ നിത്യ മനസമാധാനത്തിൽ അകാരണമായ ഭയം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്.
അവർ എത്രയായി കഴിഞ്ഞാൽ അവർക്കൊരു അകാരണമായ ഭയം നീങ്ങാതില്ല, അല്ലെങ്കിൽ അലസത, അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അധികം അമിതമായ ജോലിഭാരം, ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അമിതമായ ജോലിഭാരം, ഇനി പഠിക്കുന്നവരെ സംബന്ധിച്ച് അമിതമായ പഠിപ്പിൻ്റെ ഒരു ടെൻഷൻ, ഇതൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതൊരു ഈശ്വരാധീനത്തിൻ്റെ കുറവാണ്. അസർവീശ്വരകാരകനായ വ്യാഴം 8-ൽ മറിഞ്ഞു പോണു എന്നുള്ളതാണ്. ഇങ്ങനെ അവസ്ഥയുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഫലം. അതിനെ മാറ്റാനുള്ള പരിഹാരമാണ് നല്ലതുപോലെ നാമജപാദികളെ കൊണ്ടും വിഷ്ണു സഹസ്രനാമ ജപം ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അത് പഠിക്കാൻ സാധിക്കുക, അതേ നിവൃത്തിയുള്ളൂ. അത്ര കണ്ടത് നിങ്ങൾക്ക് മനസ്സിനെയാണ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടത് ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം ഈ തുലാവക്കൂറുകാർക്ക് കാണാൻ സാധിക്കും. സഹോദര സൗഹൃദ ബന്ധങ്ങളിലൊരു ശ്രദ്ധ നല്ലതാണ്. അകാരണമായ മത്സരവും അകാരണമായ വഞ്ചനയും ചതിയൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ചുണ്ടാവും. വാഹനാദി വിഷയങ്ങൾ, തടസ്സങ്ങളും വാഹനങ്ങൾക്ക് കേടുപാടുകളൊക്കെ വന്നു ചേരാവുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് ഈ വാഹന കാര്യമൊക്കെ പറയുമ്പോൾ 2ഉം 4ഉം ഒക്കെ വണ്ടിയുള്ളവരെ സംബന്ധിച്ച് കുഴപ്പമില്ല. വണ്ടി ഒരു ഉപജീവനത്തിന് വാഹനം ഓടിക്കുന്ന എത്രയോ ഓട്ടോ തൊഴിലാളികളായാലും ബസ് ഓടിക്കുന്നവരും അവർക്കൊക്കെ ഒരു ദിവസം വണ്ടിയുടെ ഒരു ടയർ പഞ്ചറായാൽ തന്നെ അവർ വരുമ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ളവരും, നമ്മൾ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഓഫീസ്, എല്ലാ ആൾക്കാരും ഇവിടെ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഒരു ദിവസം മാത്രമല്ല, ഒരു 3 ദിവസമൊക്കെയാണ് ഒരു ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞാൽ. 2 വണ്ടിയുള്ള ആൾക്ക് അതൊന്നും എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ നിത്യജീവിതത്തിൽ വാഹനാദി വിഷയങ്ങളിൽ കേടുപാട് വിഷയങ്ങളും തടസ്സങ്ങളും ഒക്കെ ഈ തുലാവക്കൂറുകാരൊന്ന് ശ്രദ്ധിച്ച് നീങ്ങണം. നിങ്ങൾ അശ്രദ്ധയും ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ പൂർവീകമായ സ്വത്ത് വകകളിലും മറ്റൊക്കെ തർക്കങ്ങളും ഒരു പരിധി വിട്ട കേസ് വകകളൊക്കെ വന്നു ചേരാനുള്ള ഒരു കാര്യമുണ്ട്. സ്ഥാനത്തായിട്ടാണ് ഈ ഒരു രാഹുവിൻ്റെ സഞ്ചാരം എന്നുള്ളത് കൊണ്ട് തന്നെ ശാരീരിക സംബന്ധപ്പെട്ടിട്ട് മുഖ്യമായിട്ട് സ്കിൻ അലർജി പോലുള്ളതും അതോടൊപ്പം തന്നെ നേത്രരോഗങ്ങളും ശിരോരോഗങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം. ഇതിനെ ഒരു ശ്രദ്ധ നിങ്ങൾ കൂടെ തന്നെ കരുതുക. അതോടൊപ്പം തന്നെ പാദരോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഉദരപീഡകൾ, പലതരത്തിലുള്ള അസുഖങ്ങളാണ് വയറ്റിലുണ്ടാവുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പെട്ടിട്ട് അഭിവൃദ്ധി വരുന്ന ഒരു വാരമായിട്ട് മാറ്റണമെങ്കിൽ ഈശ്വരാധീനത്തോടു കൂടി നീങ്ങാൻ സാധിക്കുക. എങ്കിൽ കർമ്മ മേഖലയിൽ ഇതാ ആ 10ാം ഭാവത്തിൽ നിന്നും 11ലേക്കാണ് ആദിത്യൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ പൂർവികമായിട്ടുള്ള സുഹൃതങ്ങളും മറ്റൊക്കെ നമുക്ക് ചേർക്കാൻ ധർമ്മദൈവ ആരാധന കൊണ്ട് ഈ പറഞ്ഞ ഒരു പരിധി ദോഷങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഒരു പരിധിവരെ ദോഷങ്ങളെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറയല്ല. ഒരു പരിധിയിലുള്ള ദോഷങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരു പരിധി വിട്ടിട്ടുള്ള ദോഷങ്ങൾ വന്നാലും നമുക്ക് ഇവിടെ അതിനുള്ള ഉപാധികളുണ്ട്, അതിനുള്ള പരിഹാരങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ ഇഷ്ടത്തിന് പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട. ജ്യോത്സ്യന്മാർക്ക് അവരുടെ ഇഷ്ടത്തിനൊന്നും പറയാൻ ഒരു വഴിപാടുകളും പറ്റില്ല, ഒരു പരിഹാരാദികളും പറ്റില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും പലതും പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇത് കേൾക്കുന്നവർക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ്. ഒരു ജ്യോത്സ്യർ പറയാണ് ഇന്നത് ചെയ്യൂ എന്ന് പറയുമ്പോൾ മറ്റൊരു 4 ജ്യോത്സ്യന്മാർ 4 തരത്തിലാണ് പറയും. ഇതിപ്പം പല ആൾക്കുള്ള സംശയം പോലെ നമുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ്? ഇതിനൊക്കെ കൃത്യമായ ആ ഒരു അറിവിൻ്റെ കുറവ് കൊണ്ട് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ പ്രമാണസഹിതമാണ് എല്ലാ വഴിപാടുകളും, എല്ലാ പ്രാർത്ഥനകളും. എല്ലാ ഗ്രഹങ്ങളെ കൊണ്ട് നിർണയിക്കുന്ന ദോഷങ്ങൾക്ക് ഗ്രഹങ്ങളെ കൊണ്ട് തന്നെ അവിടെ പരിഹാരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം. ഈ ഒരു വാരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സർവേശ്വര കാരകനായ വ്യാഴത്തെ പ്രസാദിപ്പിക്കാൻ ഈശ്വരീയ കാര്യങ്ങളിൽ നല്ലതുപോലെ ഏർപ്പെടുക, ആധ്യാത്മിക കാര്യങ്ങളിൽ ഏർപ്പെടുക, അതോടൊപ്പം തന്നെ ധാർമ്മികമായ കാര്യങ്ങളിൽ അന്നദാനാദി വിഷയങ്ങളിലൊക്കെ നല്ലതുപോലെ സുഹൃതത്തെ ചേർത്ത് വെക്കാൻ സാധിക്കുക. മുഖ്യമായി ധർമ്മദൈവ ആരാധന ചെയ്യാൻ സാധിക്കുക. ധർമ്മദൈവ ആരാധനയിലൂടെ തന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ദോഷത്തെ കുറക്കാൻ സാധിക്കും. ഒപ്പം ശനീശ്വരൻ ഇത് ഈ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ശനീശ്വരനെ നല്ലതുപോലെ ഭജിക്കാനും ഭഗവതിയെ ഭജിക്കാനും 7ാം ഭാവപതിയായ ചൊവ്വയാണ് അഷ്ടമത്തിൽ. അതുകൊണ്ട് തന്നെ അവിടെ സ്കന്ദസ്യ കാളിയസ്തഥ എന്നാണ്. മഹാകാളിയായിട്ടുള്ള ഭഗവതിയെ ഭജിക്കാനും ഭദ്രകാളി ഉപാസന ചെയ്യുന്നതും ഭദ്രകാളി വചനവും ഒക്കെ വളരെയധികം നല്ലതാണ് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുളികൻ്റെ ഒരു സഞ്ചാരം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ഗുളികൻ്റെ ഉദയത്തിൽ ലഗ്നവും ധാരാളം സമയം അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ ചന്ദ്രോദയത്തിലും അവിടെ ബലം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചന്ദ്രൻ്റെയും രാശിയുടെ ഒക്കെ ബലമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഭാവബലം ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കണം. ഈ കൂറിൽപ്പെട്ടിട്ടുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് അങ്ങനെയാണ്.
അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ചില കാര്യത്തിലൊക്കെ വളരെ വർഷങ്ങളായിട്ടൊരു വിഷയം നേരെയാവാൻ തന്നെ കുറേ പേരൊക്കെ നടക്കുന്ന അനവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ അങ്ങനെയുള്ള വലിയ വലിയ ഇടപാടുകളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ്. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയം എന്ന് വെച്ചാൽ ധാരാളം പൈസ വന്നു പോകുന്ന ഒരു വാരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സമ്പത്തുകൾ ധാരാളം വരും. അതോടൊപ്പം സൗഹൃദ സഹോദര ബന്ധങ്ങളിൽ വളരെയധികം അനുകൂല സ്ഥിതിയായിട്ട് തന്നെയാണ്. സൗഹൃദങ്ങളിൽ നിന്നും സഹായങ്ങളും മറ്റും പലതരത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും ഒക്കെ സന്തോഷമായിട്ട് മാറുന്ന ഒരു വാരമായിട്ടും, ഒപ്പം വാഹനാദി വിഷയങ്ങളിലുള്ള ലഭ്യതയാണ് ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. വാഹനങ്ങൾ വാങ്ങുന്നതിനും അതോടൊപ്പം ഭവന സംബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനൊക്കെ ഒരു നല്ലതായിട്ട് കാണുന്ന ഒരു വാരമാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ഒപ്പം പൂർവികമായിട്ടുള്ള ഭൂമി ഇടപാടുകളിലൊക്കെ കാര്യമായ തടസ്സങ്ങളും ക്ലേശങ്ങളുമാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പൂർവികമായിട്ടുള്ള സ്വത്തുവകകൾക്കൊക്കെ കേസ് വരെ വന്ന് ചേരാവുന്നതോ അല്ലെങ്കിൽ കേസ് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മൂർച്ഛിക്കുന്ന ഒരു വാരമായിട്ട് കാണണം. അതിനെ കണ്ടറിഞ്ഞ് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അകാരണമായിട്ടുള്ള അസുഖങ്ങൾ ശരീരത്തിൽ വന്നു ചേരാവുന്ന ഒരു വാരവും കൂടിയാണ് ഈ വൃശ്ചികക്കൂറുകാർ. അതുകൊണ്ട് തന്നെ എല്ലാ ജീവിത ദിനചര്യയിലൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ പലയിടത്തും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അറിയാതൊരു ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇപ്പോൾ ഈ ഫുഡ് പോയിസണൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായിട്ട് മാറുകയാണ്. വല്ലാത്തൊരു കഷ്ടം തോന്നും. കാര്യം നമ്മുടെ കേരളക്കാരായാലും എല്ലാ ലോകത്തിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കേരളത്തിലുള്ളവരായിരിക്കും ഈ ഭക്ഷണത്തിനൊക്കെ ഇത്ര ചിലവാക്കുക. എന്നിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടാണ്. അതൊന്നും ഇത്ര പോലും ആരും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല. മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് മരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരിതം വരുമ്പോൾ മാത്രമാണ് നമുക്കിതിനൊക്കെ ദുരിതമായിട്ടും കാണാൻ വേണ്ടി സാധിക്കണം. മറ്റല്ലാതെ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടോ എല്ലാവർക്കും വരുമ്പോഴും നമ്മൾ ആലോചിക്കുക എന്നുള്ളതൊന്നല്ല. ഇപ്പോൾ അനവധി ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ പഠിക്കാൻ നമുക്ക് സാധിക്കണം. വയനാട് പോലുള്ള ദുരന്തങ്ങൾ കാണുമ്പോൾ ഇനി ഇവിടെ ജീവിക്കുന്നവർക്കൊരു സാഹോദര്യത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ശൈലി നമുക്ക് ആരംഭിക്കാൻ സാധിക്കണം. ഇനിയും നമുക്ക് കണ്ടുകൂടായ്മയും വിദ്വേഷവും പകയൊക്കെ വെക്കുമ്പോഴാണ് നമ്മളെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വരിക. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ മുഖ്യമായിട്ട് വേണം. അതോടൊപ്പം തന്നെ അകാരണമായ ശത്രുഭയം നിങ്ങളെ അലട്ടിയേക്കാം. അതോടൊപ്പം യാത്രാ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിട്ടും വിദേശത്തുള്ള യാത്രകളും മറ്റും സുഗമമായിട്ട് പോകുന്നതിനും, ഒപ്പം ദാമ്പത്യ വിഷയത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, വിവാഹം ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് അനുകൂല സ്ഥിതിയാണ്. പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതിയാണ്. ജോലിക്കയറ്റം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. പ്രത്യേകം പറയുമ്പോഴാണ് ഈ നക്ഷത്രത്തിൽ ഈ വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ള കുറേ പേര് ഈ ഒരു 2 ആഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായിലോ ഇവിടെയൊക്കെ ഉള്ളവർ അവർ ജോലിക്ക് വേണ്ടി മാറ്റത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് ജോലി മാറി പുതിയ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കൊക്കെ ഒരു നല്ലതായിട്ട് മാറട്ടെ. ഇത് കേൾക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മുടെ ഒരു മുഹമ്മദ് സുഹൃത്തൊക്കെ ഉണ്ട്. ഇന്നും കൂടി ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും കൂടി അദ്ദേഹം വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ ഇത് പറഞ്ഞില്ല, ഇത് കാണട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നല്ലതാണ്. ഈ വൃശ്ചികക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ പാദരോഗങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൃശ്ചികക്കൂറുകാർ. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, ദേവീക്ഷേത്ര ഭജനം ചെയ്യുക, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ, അതൊക്കെ ആ ദേശത്തിനനുസരിച്ച് ദേശദേവതകളായിട്ടുള്ള ഭഗവതിയെ അർച്ചിച്ച് വഴിപാടുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വളരെയധികം നല്ലതാണ്. ഒപ്പം ധർമ്മദേവത ആരാധനയ്ക്കും വളരെയധികം നല്ലതാണ് വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു വാരം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ധനുക്കൂറിലൂടെയും ചന്ദ്രൻ്റെ സഞ്ചാരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി, അതോടൊപ്പം തന്നെ ചൊവ്വയുടെ ഒരു സ്ഥിതിയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈശ്വരാധീനത്തിൻ്റെ ഒരു ചെറിയൊരു അഭാവം അവരെ സൂചിപ്പിക്കാം. ഇനിയിപ്പോൾ പ്രാർത്ഥനകളിലും നിത്യക്ഷേത്ര ദർശനങ്ങളിലും മാത്രമല്ല ഈശ്വരാധീനം എന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. പല ആൾക്കാരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, നിത്യം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈശ്വരാധീനം ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്ര പൂജ ചെയ്യുന്ന തിരുമേനിക്ക് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ഉണ്ടാവാറുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സും കർമ്മങ്ങൾക്കൊക്കെ കാലം അനുകൂലമായിട്ട് വരുമ്പോഴേ ഇതൊക്കെ നേരെയാവുള്ളൂ. മറ്റേ നമ്മുടെ ധർമ്മമാണ്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷേത്ര ദർശനം, നാമജപം, ഭഗവതാരാധന നമ്മുടെ ധർമ്മമായിട്ടാണ് മനസ്സിലാക്കുക. അല്ലാതെ അത് നമുക്ക് സുഹൃത്തത്തെയോ പുണ്യത്തെയോ ഒന്നും കൂട്ടിത്തരാനുള്ളതല്ല.
അത് ചെയ്തു കഴിഞ്ഞാലും ദുഃഖങ്ങൾ വരും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ശാസ്ത്രങ്ങളൊക്കെ. അതുകൊണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈശ്വരാധീനത്തിനൊരു അപാകത സംഭവിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ധാരാളം ഭഗവത് വിചാരത്തിൽ ചേരേണ്ടതാണ്. പ്രത്യേകിച്ച് ധനുക്കൂറുകാർ എല്ലാ കാര്യത്തിലുള്ള ഉയർച്ചയ്ക്ക് അകാരണമായ മത്സരങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, മുഖ്യമായി സാമ്പത്തികമായിട്ടുള്ള വാഗ്വാദങ്ങളും വാഗ്ദത്തങ്ങളും കൊടുക്കാതിരിക്കുക. വലിയ ഗൗരവപ്പെട്ടിട്ടുള്ള എഗ്രിമെൻ്റ് മുതലായിട്ടുള്ളവരിൽ സൈൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം ഭൂമി ഇടപാടുകളും ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ ഒരു വാരത്തിൽ. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ജീവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് നോക്കി തീരുമാനിച്ച് ചെയ്യേണ്ടതാണ് ഈ ഒരു വാരത്തിൽ. വലിയ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ജ്യോത്സ്യനെ കണ്ടൊന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ അനാരോഗ്യസ്ഥിതി ഈ ഒരു വാരത്തിൽ ഒന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ധനുക്കൂറുകാർ. പ്രത്യേകിച്ച് ഉദര പീഡകളും അതോടൊപ്പം തന്നെ നേത്രരോഗങ്ങളും കർണരോഗങ്ങളും നിങ്ങളെ അലട്ടിയേക്കാം. അതോടൊപ്പം തന്നെ സന്ധി രോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ അലോസരപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം വിവാഹാദി വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ വിവാഹം ഉറപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ. പ്രണയിതാക്കരെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു വിവാഹത്തിലേക്ക് എത്താനും എങ്കിൽ വിവാഹത്തിലുള്ളവരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയുമായിട്ട് കാണാം. അതോടൊപ്പം സന്താന ഒരു ക്ലേശങ്ങൾ, ചെറിയ തോതിൽ മക്കളെ കൊണ്ടൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവാനും കുട്ടികളുടെ കാര്യത്തിലുള്ള ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചെറിയ തോതിലൊരു സാധ്യതയുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിൽ പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. പക്ഷേ കർമ്മമേഖലയിലുള്ളവരെ സംബന്ധിച്ചിട്ട് അതിനൊരു ദീർഘത്വം കാണാൻ വേണ്ടി സാധിക്കും. എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ ഒരു 2 ദിവസം മുന്നോട്ട് നീങ്ങുന്നതായിട്ടുള്ള ഒരു തടസ്സം വരുന്നതാണ്. എല്ലാം ഉണ്ടാവും, പക്ഷെ അതിനൊരു പ്രത്യേക എങ്കിലും നമുക്കൊരു വിഷമം മനസ്സിൽ വരുന്നതാണ്. ചിലപ്പോൾ ഇപ്പോൾ ഡേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ ഒരു 2 ദിവസം മാറും, പിന്നെ ഒരു 2 ദിവസം അത് കൺഫേം ആവില്ല. അങ്ങനെയുള്ളൊരു തടസ്സം, ഒരു നീണ്ടു പോകുന്നൊരു കാര്യം. ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യാൻ നിങ്ങൾ തേങ്ങ ഉടക്കുക, ഗണപതി ഹോമം ചെയ്യുക, വളരെ മാറ്റം വരും. ഒന്ന് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇപ്പോൾ ഈ വിദേശ യാത്രയിലൊക്കെയാണ് ഈ പേപ്പേഴ്സിൻ്റെ പ്രശ്നവും വിസയുടെ പ്രശ്നമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള ഈ തടസ്സത്തിന് ഈ ഗണപതി ഹോമം ചെയ്യുമ്പോൾ വലിയ മാറ്റം അവർക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്കും അത് കേൾക്കുന്നവർക്ക് തടസ്സമുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുക. ധനുക്കൂറുകാരെ സംബന്ധിച്ച് മുഖ്യമായി ശനിക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതോടൊപ്പം നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുക. അതോടൊപ്പം തന്നെ അയ്യപ്പനെ നല്ലതുപോലെ ഭജിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ആ യമൻ്റെ ഏട്ടനായിട്ടുള്ള ആ ശനീശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് നമുക്ക് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ധനുക്കൂറുകാരെ സംബന്ധിച്ചു ഈ ഒരു വാരത്തിൽ. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചു മകരത്തിലെ തിരുവോണ നക്ഷത്രം വരെയാണ് ഈ ഒരു വാരത്തിൽ ചന്ദ്രൻ്റെ സഞ്ചാരം എന്ന് സൂചിപ്പിച്ചു. അതോടൊപ്പം 2ാം ഭാവത്തിൽ ശനിയും ഒപ്പം 12ാം ഭാവത്തിലും 11ാം ഭാവത്തിലും 10ാം ഭാവത്തിലൊക്കെയാണ് ഈ ചന്ദ്രൻ്റെ സഞ്ചാരം. അതും ഉദയം വരെ അവിടെ കാണാം. അതുകൊണ്ട് തന്നെ കർമ്മമേഖലയിലും എല്ലാ കാര്യത്തിലും ഒരു ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കാം. കർമ്മമേഖലയിൽ ഒരു പുരോഗതി, അതാണ് അതിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ചന്ദ്രൻ്റെ സഞ്ചാരം. അതോടൊപ്പം അകാരണമായ നാശങ്ങളും നഷ്ടങ്ങളും ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അശ്രദ്ധ കൊണ്ടൊക്കെ അവിടെ ചന്ദ്രൻ്റെയും ഗുളികൻ്റെയും ഒക്കെ ഒരു യോഗം ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നുണ്ട് ഈ വാരത്തിൽ. അതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് വലിയ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായ കാര്യത്തിലാവട്ടെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയുണ്ടാവുന്നത് നല്ലതാണ്. പൊതുവെ 5ാം ഭാവത്തിലുള്ള ഈ സർവീശ്വരകാരകൻ്റെ ഒരു അനുകൂല സ്ഥിതി കേന്ദ്രത്തിൽ ഈ 5ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചമം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെ ഒരു സിദ്ധിയുടെ ഒരു രാശിയാണ്, സിദ്ധിക്കുന്ന ഒരു രാശിയായിട്ടാണ് പറയാം. അതുകൊണ്ട് തന്നെ 5ാം ഭാവത്തിൽ വ്യാഴം വളരെ അനുകൂല സ്ഥിതിയാണ്. സുഹൃത്തത്തെയും അനവധി ഭാഗ്യത്തെയൊക്കെ നമുക്ക് പറയപ്പെടേണ്ട രാശി ആയതുകൊണ്ട് തന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ നല്ലതുപോലെ ശ്രദ്ധയോടുകൂടിയും ആത്മസമർപ്പണ ഭാവത്തോടുകൂടിയും ജീവിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതി തന്നെയാണ്. ജന്മശനി എന്ന് പറഞ്ഞതുപോലെ 2ാം ഭാവത്തിലുള്ള ശനീശ്വരൻ്റെ ഈ ഒരു സ്ഥിതിയാണ് എല്ലാത്തിനും ഒരു തടസ്സം വരുത്തിക്കുക. അതില്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ തൽക്കാലം ഉണ്ടാവില്ലായിരിക്കാം. ആ ശനിയെ നല്ലതുപോലെ ഭജിക്കാനും ഒപ്പം സാധിക്കണം. അതോടൊപ്പം തന്നെ സന്ധിവേദനകളും അതോടൊപ്പം തന്നെ ഈ കാലുവേദനകളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ
വിവാഹ പ്രണയ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ തടസ്സങ്ങളും ക്ലേശങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രണയിതാക്കളെ സംബന്ധിച്ചിട്ടൊക്കെ ചെറിയ ചെറിയ അലോസരങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം. പരസ്പരം അശ്രദ്ധമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധയില്ലാതെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടി ദാമ്പത്യ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. വളരെ ഗൗരവത്തോടു കൂടി കൊണ്ടുപോകാൻ സാധിക്കുക. ആരോഗ്യ കാര്യത്തിലൊരു ശ്രദ്ധ വേണ്ട തന്നെയാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിലും പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാൻ പറഞ്ഞല്ലോ ഈ ഒരു ചന്ദ്രൻ്റെ സഞ്ചാര സ്ഥിതി കൊണ്ട് തന്നെ. മുഖ്യമായി ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശനീശ്വരൻ നീരാഞ്ജനം ചെയ്യുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുക അത് വളരെയധികം നല്ലതാണ്. ഈ ശനിയുടെ രാശി തന്നെയായ മകരക്കൂറിലായതുകൊണ്ട് ഹനുമാൻ ചാലീസ പാഠം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഇരിക്കുമാല, അതോടൊപ്പം വടമാല ഇതൊക്കെ വളരെയധികം നല്ലതാണ്. മുഖ്യമായി നെയ്വിളക്ക് കത്തിക്കാൻ സാധിക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ഇതിൽ നിന്നൊക്കെ മാനസികമായിട്ട് ഇത്തരം വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനവും നിങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക. വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യാൻ സാധിക്കുക, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക, ദേവി സ്തോത്രങ്ങളും ജപങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കുക ഈ ഒരു വാരത്തിൽ മകരക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച്. അവിട്ടം, ചതയം, പൂരുട്ടാതി ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ജന്മശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കണു. 4-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, ചൊവ്വയും 3-ാം ഭാവപതിയും സഞ്ചരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിൽ നിന്നും ആദിത്യൻ 7-ാം ഭാവത്തിലേക്ക് പോകുന്നു. നിവൃത്തി രാശിയിലേക്കും സ്വക്ഷേത്രത്തിലേക്കും പോകുന്നത് കൊണ്ട് തന്നെ പല പല കാര്യത്തിലും അവർക്കൊരു പൂർത്തീകരണവും സിദ്ധിയും എല്ലാം പറയേണ്ട ഒരു വാരമാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ വിവാഹാദി വിഷയങ്ങളൊക്കെ വളരെ അനുകൂലത്തിൽ വരുന്നതായി കാണുന്നുണ്ട്. പ്രണയ ജീവിതത്തിലുള്ളവർക്കും വളരെ അനുകൂല സ്ഥിതിയാണ്. പൊതുവെയുള്ള ഫലങ്ങൾ അത് ഒരു ഓൾമോസ്റ്റ് ആൾക്കാർക്ക് കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. ഈ ജന്മശനിയിൽ കൂടി ഈ ഒരു അനുകൂല സ്ഥിതി ആദിത്യൻ്റെ ഒരു സഞ്ചാരം അവിടെ വന്നതുകൊണ്ട് തന്നെയാണ്. 2-ാം ഭാവത്തിൽ രാഹുവിൻ്റെ സ്ഥിതിയും 4-ൽ പറഞ്ഞുവല്ലോ വ്യാഴത്തിൻ്റെ സ്ഥിതി ഉള്ളത് കൊണ്ടും തന്നെ വളരെയധികം ഈശ്വരാധീനം ഈ ഒരു കാലഘട്ടത്തിൽ ചേർത്ത് വെക്കാനും സാധിക്കും. ഇപ്പോൾ ശനിയുള്ളത് കൊണ്ട് തന്നെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കണ്ടേ. ഇപ്പോൾ പല ആൾക്കാരും കമൻറ്റ് പറയുമ്പോൾ കാണുന്നുണ്ട്, വല്ലാത്ത കഷ്ടം തോന്നും. കാര്യം ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ചോദ്യം കേട്ടാൽ നമ്മൾക്ക് നല്ല രസമാണ്. കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്ക് ഇനി അറിയില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും ഗുരുനാഥന്മാരോട് ചോദിച്ചിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇത് അതല്ല, വല്ലാത്ത എവിടെയെങ്കിലും ഒരു മാഗസീനിലൊക്കെ വായിച്ചിട്ടുള്ള അറിവും കൊണ്ട് ഒരു പ്രമാണവും പോലും ഇല്ലാതെ എവിടെയോ ഉള്ള ഫലങ്ങളൊക്കെ പറയുമ്പോഴും നമുക്ക് കഷ്ടം തോന്നുകയാണ്. കാര്യം നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള വിഷമമൊന്നുമല്ല, നമ്മൾക്ക് ആ വിഷമല്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ ഈ ശാസ്ത്രം സമ്പത്ത് ഉണ്ടായിട്ടും ഇത്രയൊക്കെ നമ്മുടെ സനാതന ധർമ്മം വളർന്നിട്ടും ഇങ്ങനെ പോലും പ്രബുദ്ധത നടിക്കുന്നല്ലോ എന്ന് തോന്നുമ്പോഴുള്ളൊരു വിഷമം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ് കൊണ്ടുവരേണ്ടത്. ജന്മശനി ആണെങ്കിൽ കൂടി വളരെ അനുകൂല സ്ഥിതിയിലേക്ക് എത്താം. ഈശ്വരാധീനത്തിന് ഉതകുന്ന ഒരു വാരമായിട്ട് നമുക്ക് പറയാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു വാരമാണ്. അതുകൊണ്ട് ജപാദികൾ നല്ലതുപോലെ ചെയ്യാൻ സാധിക്കും. വിഷ്ണു സഹസ്രനാമം ചെയ്യുന്നത് തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഈ ആരോഗ്യപരമായ കാര്യത്തിലൊന്ന് ശ്രദ്ധ വേണ്ടതാണ്. ഒരു പരിധി വിട്ടിട്ടുള്ള മധ്യവയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് അനാരോഗ്യസ്ഥിതി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അനാരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ അവരെ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട്. എങ്കിൽ ചെറിയ പ്രായമുള്ളവരെ സംബന്ധിച്ച് മധ്യവയസ്സിന് താഴോട്ടുള്ളവർ ഒന്ന് ആരോഗ്യസ്ഥിതി ഈ വാരത്തിൽ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ അപകടങ്ങളും ക്ലേശങ്ങളൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് വരാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ചൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ശ്രദ്ധിക്കുക. മുഖ്യമായി കർമ്മമേഖലയിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വാരം തന്നെയാണ്. ചന്ദ്രൻ കർമ്മരാശിയിലൂടെയൊക്കെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ പ്രയത്നിക്കാനുള്ള എത്രയോ മണിക്കൂറുകൾ ഈ ഒരു വാരത്തിൽ നമുക്കുണ്ട്. നല്ലതുപോലെ നമുക്ക് കിട്ടാനുള്ള എത്രയോ മണിക്കൂറുകൾ നമുക്ക് ഈ ഒരു വാരത്തിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ആ മണിക്കൂറുകൾ നമുക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് ഈശ്വരാധീനം വേണം. അതിനുവേണ്ടി നല്ലതുപോലെ ശനിയെ ഭജിക്കാൻ സാധിക്കുക, നാരായണ നാമം ജപിക്കാൻ വേണ്ടി സാധിക്കുക, ശനീശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇത് കുംഭക്കൂറുകാർക്ക് വളരെയധികം അനുകൂലത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക ഈ ഒരു വാരം. ഉരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 3-ാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും സഞ്ചരിക്കുന്നു. 12-ാം ഭാവത്തിൽ ശനിയുടെ സഞ്ചാരം. അതോടൊപ്പം തന്നെ ഈ ആദിത്യൻ്റെ ഒരു സ്ഥിതി എന്നുള്ളത്
5-ാം ഭാവത്തിൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഗുണദോഷ സമ്മിശ്രത്തെ നമുക്ക് സൂചിപ്പിക്കാം. അകാരണമായ അലസതകൾ വരാം, ഒരു മടിയൊക്കെ തുടങ്ങുന്നതായിട്ട് കാണാം ഈ ഒരു വാരത്തിൽ. എല്ലാം ചെയ്യാൻ വേണ്ടി പദ്ധതി ഇട്ടതായിരിക്കാം, പക്ഷേ ഈ ഒരു വാരത്തിൽ അതിനെ ചിന്തിക്കാൻ തന്നെ സാധ്യതയില്ല. അങ്ങനെ തുടങ്ങാം. എങ്കിൽ അതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ആദിത്യനെ നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥനകളിലൂടെ ശിവക്ഷേത്രത്തിലും മറ്റും ഭജനം ചെയ്ത്, മുഖ്യമായി ധർമ്മദൈവ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ തടസ്സങ്ങൾ മാറും. എങ്കിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായ ശത്രുക്കൾ ഉണ്ടാവുന്നതിനും അകാരണമായിട്ടുള്ള വാഗ്വാദങ്ങളിൽ സുഹൃത്തുക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ അന്യന്മാർ ഒക്കെ ആയിട്ട് ഏർപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു വാരം തന്നെയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. സൗഹൃദ സഹോദര ബന്ധങ്ങളിലും ഒക്കെ വളരെയധികം അനുകൂലമാണ്. പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുന്നതിനും അവ വളരെയധികം മനസ്സിന് സമാധാനം തരുന്നതുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുന്നതിന് കാണുന്നുണ്ട് മീനക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി വിഷയങ്ങളിലൊക്കെ തടസ്സം മാറി വരുന്നതായിട്ട് കാണാം. സാംസ്കാരിക രംഗത്ത് ഉള്ളവരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ നമുക്ക് അവർക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. എങ്കിൽ അതോടൊപ്പം തന്നെ വിവാഹാദി വിഷയങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് തടസ്സങ്ങളും, അതോടൊപ്പം പ്രണയ ജീവിതത്തിലുള്ളവർക്കൊക്കെ ഒരു മനസ്സമാധാനക്കുറവും ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് കാണാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കർമ്മമേഖലയിൽ പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. നല്ലതുപോലെ ആത്മാർത്ഥതയോടുകൂടിയും ആത്മസമർപ്പണത്തോടുകൂടിയും നിങ്ങൾക്ക് നീങ്ങാൻ വേണ്ടി സാധിക്കണം. കർമ്മമേഖലയിൽ വളരെ അനുകൂല സ്ഥിതി വരാനുള്ള ഒരു കാലം തന്നെയാണ്. പറഞ്ഞല്ലോ, നല്ലതുപോലെ ധർമ്മദൈവ ആരാധനയും മറ്റൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യാനും വിഷ്ണു സഹസ്രനാമ ജപിക്കാനും പാരായണം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം ഈ ഒരു വാരത്തിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച്. വാരഫലം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നമ്മളോടൊപ്പം ചേരുക. നന്ദി, നമസ്കാരം.